നമസ്കാരം. ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ വന്നത്, കുറേ ദിവസങ്ങളായിട്ട് ഒരാളുടെ വീഡിയോയും ഫോട്ടോസൊക്കെ കാണുമ്പം ഇതൊന്ന് പറയണമെന്ന് തോന്നി. പലപ്പോഴും അവരുടെ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും താഴെ വരുന്ന കമൻസ് കണ്ടപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു സങ്കടം എനിക്ക് ഫീൽ ചെയ്ത. അത് നമ്മുടെ രേണുസുധിയാണ്. നമ്മൾ അവരെ അറിയുന്നത് കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെ അറിയുന്നത്. പലപ്പോഴും നമ്മൾ മലയാളികൾക്ക് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരോടും ചേർന്ന് അവരെ സഹായിച്ചിട്ട് അവരങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും ഒക്കെ വളരെ കുറ്റമായിട്ട് കണ്ടെത്തുന്നുണ്ട്. അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടാലറിയാം, അതിഭീകരമായ കമൻറ്റുകളാണ് പലപ്പോഴും. അവരുടെ പല്ലുന്തിയതാണ്, അവരെ കാണാൻ കൊള്ളില്ല, കാണാൻ കൊള്ളായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ. ഞാനൊന്ന് പറയട്ടെ, അവരുടെ രീതിക്ക് അവരുടെ ഇഷ്ടത്തിന് അവരല്ലേ ജീവിക്കേണ്ടത്. അവരിപ്പോൾ എങ്ങനെ ഇരുന്നാലും ഇന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അവരവരുടെ സന്തോഷങ്ങൾ അവരവർ കണ്ടെത്തട്ടെ. നമ്മളായിട്ട് അവരുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലേ, അവർ കണ്ടെത്തട്ടെ. ഇങ്ങനെങ്ങ് ബോഡി ഷെയിം ചെയ്യാനും അല്ലെങ്കിൽ കുറ്റം വിധിക്കാനും ഒന്നും നമ്മൾ പോകാതിരിക്കുക. ദയവ് ചെയ്ത് ഓൺലൈൻ മാധ്യമങ്ങളോടാണ് പറയുന്നത്, അവരുടെ പുറകെ നടന്ന് അവരെ ഇങ്ങനെ മോശവൽക്കരിക്കപ്പെടുന്നത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ്. പലപ്പോഴും നിങ്ങളുടെ പേജിന് റീച്ച് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയോ പലപ്പോഴും ബലിയാടാകുന്ന പലരുമുണ്ട്. നിങ്ങൾ തോന്നുന്ന രീതിക്കാണ് പലപ്പോഴും ഇടുന്ന ക്യാപ്ഷൻസ് ആണെങ്കിലും പല രീതിയിൽ അത് മോശമായിട്ട് തന്നെ വരുന്നതുമുണ്ട്. ഞാൻ രേണുസുധിയെ ന്യായീകരിക്കുകയല്ല. ഒരു സ്ത്രീ എന്ന രീതിയിൽ പലപ്പോഴും അവരുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റൊക്കെ കാണുമ്പോഴാണ്, അവരെന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് പേഴ്സണലി അറിയില്ല. അവരിനി പല വ്ളോഗിനകത്ത് കണ്ടിട്ടുണ്ട്, അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു. പലപ്പോഴും അന്നേരമെല്ലാം ഞാൻ മനസ്സോട് ചോദിച്ചിട്ടുണ്ട്, അവരെങ്ങനെയായാലും നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു പ്രശ്നമാണ്, നമ്മളതിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. അവരിപ്പോൾ എത്ര വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും കൊല്ലം സുധി ഇതറിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ വിവാഹം ചെയ്തിട്ടുണ്ടാവുക. അപ്പം അവർ തങ്ങളിലുള്ള കാര്യങ്ങൾ അവരും നോക്കിയാൽ പോരെ. നമ്മൾ പുറമേ നിന്നുള്ളവരെന്തിനാണ് അതൊക്കെ നോക്കുന്നത്? പിന്നെ അവരുടെ വീടിൻ്റെ സിറ്റുവേഷനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കിന് കുറേ പേര് എന്ത് ചോദിച്ചിട്ടുണ്ട്, നാണമില്ലല്ലോ, ഓസിന് കിട്ടിയതല്ലേ എന്നൊക്കെ ചോദിച്ചു. എല്ലാവരോടും കൊടുത്തതല്ലേ, കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പറയുമ്പം എത്ര ആണെങ്കിലും മാനസികമായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ആ സ്ഥാനത്ത് ഞാനാകുമ്പോൾ എനിക്കത് ഭയങ്കര ഫീലാകും. അതാണ് ഞാൻ പെട്ടെന്ന് ഉദ്ദേശിച്ചത്. കഴിവതും ആരെയും എന്താ പറയുക, ഇങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളോ വഴികളോ എന്താണെന്ന് നമുക്കറിയത്തില്ല. അവരുടെ ഇഷ്ടത്തിന് അവരുടെ സന്തോഷത്തിന് അവർ ജീവിക്കട്ടെ. ദയവ് ചെയ്ത് അവരെ വെറുതെ വിടുക. അവരെന്തോ ആയിക്കോട്ടെ അല്ലേ, ആ 2 മക്കളെ നോക്കി അവരുടെ ലൈഫ് അവർ മാക്സിമം എൻജോയ് ചെയ്തോട്ടെ അല്ലേ. ഞാൻ പറയാൻ ശരിയല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇതിനെ നിങ്ങൾ മോശമായിട്ടൊന്നും എടുക്കരുത്. അപ്പോൾ താങ്ക് യു.